സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടം നോർമൽ. ഈ പടം ഇതുവരെ മലയാളത്തിൽ ആരും റിവ്യൂ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഞാനായിരിക്കും ആദ്യം റിവ്യൂ വീഡിയോ ചെയ്യുന്നത്. വേറെ ഏതോ സിനിമ കാണാൻ പോയപ്പോൾ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴേ ഈ പടം കാണണമെന്ന് ഞാൻ വിചാരിച്ചാണ്. സോ ഇവിടെ ഒന്നും ഷോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എറണാകുളത്ത് ഫോറം മാളിൽ പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. നോബഡി 2 കഴിഞ്ഞിട്ട് ബോബ് ഓഡൻകർക്ക് നായകനായി വന്ന ഒരു സിനിമയാണിത്. ജോൺ വിക് സിനിമകളുടെ രചയിതാവായ ഡെറിക് കോൾസ്റ്റഡ് ആണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എഴുതിയിട്ടുള്ളത്. ബെൻ വീഡ്ലിയാണ് ഈ പടത്തിന്റെ സംവിധായകൻ. അപ്പോൾ ഇന്ന് നോർമൽ എന്ന ഈ ഇംഗ്ലീഷ് ആക്ഷൻ സിനിമയെ കുറിച്ച്. ഒരു ചെറിയ ടൗണിലെ ഷെറിഫിന് താൽക്കാലികമായിട്ട് പകരക്കാരനായിട്ട് വന്നതാണ് ഇതിലെ നായകൻ. നോർമൽ എന്ന പേരുള്ള ആ ടൗണിലെ കാര്യങ്ങളൊക്കെ അത്ര നോർമൽ ആണോ എന്നുള്ളതാണ് നോർമൽ എന്ന ഈ സിനിമ പറയുന്നത്. ആദ്യത്തെ ഒരു അരമണിക്കൂറിന് മുകളിൽ പടം വളരെ സ്ലോ ആണെന്ന് പറയാം. പക്ഷെ അത്രയും നേരം കൊണ്ട് നമ്മൾ കഥയിലേക്കൊന്ന് ഇന്നാകും. നമ്മളും ആ ഒരു ടൗണിലെ അംഗത്തെ പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞൊരു പരിപാടിയുണ്ട്. പിന്നെ സംഭവം തീരും വരെ കിടിലൻ, എൻഗേജിങ് ആൻഡ് ത്രില്ലിംഗ് ആണെന്ന് പറയാം. സെക്കൻഡ് ഹാഫ് പൊളിയാണ്. തുടക്കത്തിൽ തന്നെ ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ഒരു നഗരമാണ്. പക്ഷെ എന്തൊരു വശപ്പിശ കൊള്ളതുപോലെ നായകനും തോന്നും, നമുക്കും തോന്നും. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ പടത്തിലേക്ക് ഹുക്ഡ് ആവുന്നുണ്ട്. എന്താണ് ആ ഒരു ദുരൂഹത എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചെറിയ ഐറ്റം എങ്കിലും തരികയാണെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? അത്തരത്തിലൊരു സംഭവമാണ് ഇതിൽ നിന്നും കിട്ടിയത്. വൺ ഐറ്റംന്നോ അല്ലെങ്കിൽ സസ്പെൻസോ അങ്ങനൊന്നും ഇല്ല. സ്റ്റിൽ രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിന്നെ കഥ നടക്കുന്ന ഒരു സ്ഥലം കാണാൻ ഭയങ്കര രസമായതുകൊണ്ട് തന്നെ ഇത് കണ്ടിരിക്കാൻ നമുക്കൊരു താല്പര്യം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ജോൺ വിക്കിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആളുടെ പടം തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ജോൺ വിക്ക് വൈബ് ഈ സിനിമയും തരുന്നുണ്ട്. ബോബ് ഓഡൻകർക്ക് ഇതിലെ സ്മോൾ ടൗൺ ഷെറിഫിന്റെ റോളിൽ നൈസ് ആയിരുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നും മാക്സിമം ഒഴിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു നല്ല പോലീസുകാരനാണ്. പക്ഷെ ഒരു നോബഡിയുടെ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈടായിട്ട് പിന്നെ കിട്ടുന്ന റോളുകളെല്ലാം ഈ ഒരു ടൈപ്പ് ആണ് എന്ന്. സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അലക്സ് ആയിട്ട് വന്ന ജസ് മെക്ലോഡും കൊള്ളാമായിരുന്നു. വേറെയും രസകരമായിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിലും അങ്ങനെ എടുത്തു പറയത്തക്ക ഗംഭീര ക്യാരക്ടേഴ്സ് ആയിട്ട് ഒന്നുമില്ല. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ ക്യാമറ, പ്രത്യേകിച്ച് ആ ഒരു ലൊക്കേഷൻ, അതും ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ചെറിയ ടൗൺ, ആ ഒരു കാലാവസ്ഥയാണ്. അപ്പോഴാ ടൗൺ കാണാൻ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്. കളർ ടോൺ ആണെങ്കിലും അതുപോലെ എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലതാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ നല്ലതാണ്. നല്ല കിടു സൗണ്ട് ഡിസൈനും സിനിമയ്ക്കുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി കിടുവായിരുന്നു. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ കഥാപാത്രങ്ങൾ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ സ്റ്റോറി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതാണ് എന്ന് തന്നെ പറയാം. വേറൊരു കാര്യം, ഇതിലെ തുടക്കത്തിലെ ആദ്യത്തെ ഒരു അരമണിക്കൂർ മിക്കവർക്കും കുറച്ച് ലാഗടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പടം ആദ്യത്തെ ഒരു അരമണിക്കൂർ കുറച്ച് സ്ലോ ആണ് എന്നുള്ളത്. അതിന്റെ കാരണം അപ്പോൾ ആ ഒരു വേൾഡ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെതായ ഒരു ടൈം അപ്പോൾ എടുക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഫാസ്റ്റ് പേസ് ഫിലിം ലവേഴ്സിന് അവിടെ അത്രയ്ക്ക് സുഖകരമായിട്ട് തോന്നിയെന്ന് വരില്ല. സോ മൊത്തത്തിൽ നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പടമാണ് നോർമൽ. വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ, ഒരു ടൈം പാസ് മൂവി എന്ന് പറയാം. ഇത് തിയേറ്ററിൽ നിങ്ങൾക്ക് കണ്ടാൽ അങ്ങനെ വലിയ നഷ്ടമൊന്നും ഫീൽ ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു പടമാണ്. പടം ഇപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 1 മണിക്കൂർ 31 മിനിറ്റ് മാത്രമേ സിനിമയ്ക്ക് ലെങ്ത് ഉള്ളൂ. പിന്നെ ഇതിൽ ചില ബ്രൂട്ടൽ വയലൻസ് രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 18+ ആണ് ഈ സിനിമ, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.